എല്ലാവർക്കും മൈ സ്കൂട്ടർ വേൾഡിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2025 മോഡൽ ഹോണ്ട ആക്റ്റീവ അല്ല, ഹോണ്ട ഡിയോ 125 H സ്മാർട്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡലാണ്. ഒരുപാട് കമന്റ് വന്നൊരു സ്കൂട്ടറാണ്. ഒരുപാട് പേര് നമ്മളോട് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഈ സ്കൂട്ടറിന്റെ വീഡിയോ ഉടനെ ചെയ്യാമോ, എന്തൊക്കെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒന്ന് ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാമോ എന്ന്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്ത ആര്യഭംഗി ഹോണ്ട ഷോറൂമാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അത് കൂടാതെ ഡിയോ 125 ആയിക്കോട്ടെ 110 ആയിക്കോട്ടെ, രണ്ട് സ്കൂട്ടറിലും ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഏകദേശം അടിപൊളി ഒരു 40ഓളം ആക്സസറീസ് ഞാൻ നമ്മുടെ ഷോപ്പ് ടാബിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി ആക്സസറീസ് ആണ്, വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിലേക്കായിരിക്കും ലിങ്ക് പോവുക, അതിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ട റൈഡിംഗ് ജാക്കറ്റ്സ്, ഹെൽമെറ്റ്സ്, ആക്സസറീസ്, അതുകൂടാതെ ടീഷർട്ട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് വെയേഴ്സ്, ട്രാക്ക് പാന്റ്, ഷോർട്സ് എല്ലാം തന്നെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷോപ്പ് ടാബിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡയറക്റ്റ് ലിങ്ക് അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെ വെച്ചാൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേറെ താമസമൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡിയോ H സ്മാർട്ട് ഫുൾ ഓപ്ഷൻ മോഡലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഹോണ്ട ഡീലർഷിപ്പായ ആര്യഭംഗി ഹോണ്ടയാണ്. ആര്യഭംഗി ഹോണ്ടയുടെ വരാപ്പുഴ ബ്രാഞ്ചിലാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാനുള്ള ഹെൽപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. അവരൊരു വാഹനം വിട്ടുതരിക മാത്രമല്ല, വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഫിനാൻസ് ഓപ്ഷൻസ്, എക്സ്ചേഞ്ച് വാല്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു ഹോണ്ടയുടെ ടൂ വീലർ, അത് സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ മോട്ടോർ സൈക്കിൾസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതായത് നമ്മുടെ ആക്റ്റീവ തൊട്ട് ഇപ്പോൾ ഹൈ എൻഡ് വെഹിക്കിൾസ് ആയ ഹൈനസ്, CB350 കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8ഓളം ബാങ്കുകളായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പഴയ മോട്ടോർ സൈക്കിൾസ് ആയിക്കോട്ടെ സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതെടുക്കാനുള്ള ഹെൽപ്പും ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. മിനിമം ഡൗൺ പേയ്മെൻറ്റ് ഒരു 10,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആക്റ്റീവ ഡിയോ കാര്യങ്ങളെല്ലാം തന്നെ ലോൺ ഫെസിലിറ്റിയിൽ അവൈലബിൾ ആക്കിയിട്ട് നമുക്ക് ഒരു വിത്തിൻ 7 ഡേയ്സിൽ തന്നെ വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവരുടെ സെയിൽസ് സ്റ്റാഫിൻ്റെയും സീനിയർ മാനേജറിൻ്റെയും മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. വളരെ നല്ലൊരു സർവീസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഡിയോ 125 H സ്മാർട്ട് മോഡലാണ്. അതിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണല്ലോ നമ്മൾക്കറിയാം H സ്മാർട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് വാഹനം. ഇത് ഒരു സ്റ്റോക്ക് വെഹിക്കിളാണ്. ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലൂവും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു സ്പോർട്ടി ഡിസൈൻ ആയിട്ടുള്ളൊരു വാഹനമാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ടവർ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വാഹനം നമുക്ക് കാണുമ്പോൾ തന്നെ ഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സ്പോർട്ടി ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിയോയുടെ മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെർഫോമൻസും ഡ്രൈവിംഗ് കംഫർട്ടുമാണ്. നമുക്ക് വാഹനത്തിന് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിയോ 125 മാത്രമായിട്ടൊരു എന്താ പറയുക, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഈഗിൾ ഐ ടൈപ്പുള്ള ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആണ്. ഈ രണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് നമ്മൾ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് കാർബൺ ഫൈബർ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഫെൻഡർ പോർഷൻസിൽ ഗ്ലോസി ബ്ലാക്കിൻ്റെയും ബ്ലൂവിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്കും ബ്ലൂവും, ആ ബ്ലൂ പോർഷൻസിലാണ് വാഹനത്തിൻ്റെ കളർ അനുസരിച്ചുള്ള ബോഡി ഗ്രാഫിക്സ് ആഡ് ചെയ്ത് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് കാർബൺ ഫൈബറിൻ്റെ മിക്സിങ് കൊടുത്തിട്ടുണ്ട്. മഡ് ഗാർഡ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറിലും പിന്നെ ബോഡി ഗ്രാഫിക്സും ആഡ് ചെയ്തിരും. വാഹനത്തിൻ്റെ ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അലോയ് വീൽസ് അവൈലബിൾ ആണ്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ സേഫ്റ്റിക്കും കംഫർട്ടിനും ആയിട്ട്. അതുകൂടാതെ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സും അവൈലബിൾ ആണ്. വാഹനത്തിൻ്റെ വീൽ ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1260 മില്ലിമീറ്റർ ആണ് വീൽ ബേസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 171 മില്ലിമീറ്റർ ആണ്. ടോട്ടൽ വെയിറ്റ് 104 കിലോ മാത്രമേ വരുന്നുള്ളൂ. സീറ്റിൻ്റെ ലെങ്ത്ത് 708 മില്ലിമീറ്റർ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം പൊക്കം കുറഞ്ഞ ആളുകളാണെങ്കിൽ സുഖമായിട്ട് വണ്ടിയിൽ കയറിയിരിക്കാനും ഇറങ്ങാനും ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്നതാണ്. വളരെ ഒരു ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് ആണ് വണ്ടിയിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഇതുണ്ട്, ഇതുപോലെ ഒരു അടിപൊളി ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. H സ്മാർട്ടിൽ ഇതുപോലെ ഒരു സ്മാർട്ട് കീ ആണ് വരുന്നത്. കീയിൽ 2 സ്വിച്ചസ് ആണ് വരുന്നത്. സ്മാർട്ട് ഫൈൻഡ് സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 മീറ്ററിനുള്ളിൽ നമ്മുടെ വാഹനം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്ത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതാണ്. മറ്റേത് വണ്ടി അൺലോക്ക് ചെയ്യാനുള്ള കീ ആണ്. ഇതുപോലെ ഒരു മൾട്ടിപ്പിൾ ഫംഗ്ഷൻ കീ സ്വിച്ച് അവൈലബിൾ ആണ്. അതിന് ഇപ്പുറത്തായിട്ട് തന്നെയാണ് ഫ്യൂവലിൻ്റെയും സീറ്റിൻ്റെയും ഓപ്പണിങ്ങിനുള്ള സ്വിച്ച് വരുന്നത്. ഫ്രണ്ടിൽ നമ്മുടെ ഒരു കൺവീനിയൻസിനായിട്ട് ലേഡീസിൻ്റെ വാലറ്റ്, മൊബൈൽ ഫോണൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് ബോക്സും വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഹാൻഡിൽ കവർ വരുന്നത്. ഹാൻഡിൽ കവറിൽ തന്നെയാണ് ഫുൾ ഡിജിറ്റൽ മീറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡിൽ കവറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാർബൺ ഫൈബറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് സ്വിച്ചസ് എല്ലാം തന്നെ വരും. അതുപോലെ വലത്തേ സൈഡിലാണ് സെൽഫിൻ്റെ ബട്ടണും ഓട്ടോമേറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ കൂടി ആയിട്ടുള്ള സിംഗിൾ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിനി എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ സ്റ്റോറേജ് ബോക്സാണ്. ഏകദേശം 2 ലിറ്ററോളം
സ്റ്റോറേജ് നമുക്ക് ഈ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ കോക്പിറ്റ് എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് കളറുള്ള ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് Dio 125 ലഭിക്കുന്നുണ്ട്. 6 അടി പൊക്കമുള്ള ആൾ ഇരുന്നാൽ പോലും നിങ്ങളുടെ മുട്ടുകാൽ ഒരിക്കലും ഫ്രണ്ടിൽ തട്ടുകയോ യാതൊരു ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സൈഡ് പോർഷൻ വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള Dioൻ്റെ ഒരു അടിപൊളി ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഈ സ്റ്റൈലിഷ് ലുക്കിനെ മാറ്റുകൂട്ടാനായിട്ട് കാർബൺ ഫൈബറിൻ്റെ ട്രീറ്റ്മെൻറ്റും ഓൾ ഓവർ ബോഡിയിൽ മിക്സിംഗ് ആയിട്ടുണ്ട്. നല്ലൊരു സ്പോർട്ടി ഫീൽ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഏറ്റവും മേജർ പാർട്ടിലേക്ക് കിടക്കാം. വാഹനത്തിൻ്റെ എഞ്ചിനാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 123cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SOHC ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. BS6 OBD2 സെൻസറും അവൈലബിൾ ആയിട്ടുണ്ട്. വാഹനത്തിൻ്റെ മാക്സിമം പവർ നമുക്ക് 8.3 PS മാക്സിമം ടോർക്ക് 10.4 Nm. ഇനി മെയിൻ ഫാക്ടറായ മൈലേജ് നിങ്ങൾക്കൊരു 50-55 റേഞ്ച് മൈലേജ് ലഭിക്കുന്നതാണ്. ടോപ്പ് സ്പീഡ് നമുക്കൊരു 80-85 വരെയൊക്കെ ടോപ്പ് സ്പീഡിൽ ഓടിക്കാവുന്നതാണ്. റിയർ പോർഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിങ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5.3 ലിറ്ററാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. റിയർ സൈഡ് ടെയിൽ ലൈറ്റ് നമ്മുടെ പഴയ മോഡൽ ഗ്രാസിയുടെ സെയിം ടെയിൽ ലൈറ്റ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള മഡ് ഗാർഡും വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഏത് സൈഡിൽ നോക്കിയാലും ഡിയോയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബാരൽ ടൈപ്പുള്ള സൈലൻസറാണ്. മാറ്റ് ബ്ലാക്കിൻ്റെയും സിൽവറിൻ്റെയും ഒരു കളർ ട്രീറ്റ്മെൻ്റ് ആണ് തരുന്നത്. ഡ്യുവൽ ബാരൽ ടൈപ്പ് ആയതുകൊണ്ട് 2 ഓപ്പണിംഗ് സൈലൻസറിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90-110 ട്യൂബ്ലെസ് ടയറാണ് റിയർ സൈഡിൽ ലഭിക്കുന്നത്. റിയർ സൈഡിൽ നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് 110 mm ഡ്രം ബ്രേക്സ് ആണ് ലഭിക്കുന്നത്. പക്ഷേ കോംബി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. ഫ്രണ്ടിലെ ഡിസ്ക് ആയിട്ട് ബാക്കിലെ ഡ്രം ബ്രേക്ക് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ബ്രേക്ക് ഏത് സൈഡിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താലും പ്രൊപ്പോഷണലായിട്ട് 2 സൈഡിലെ ബ്രേക്കും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് സേഫായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എഞ്ചിൻ്റെ സൗണ്ട് കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഇതാണ് വാഹനം സ്റ്റാർട്ട് ചെയ്താലുള്ള അവസ്ഥ. വളരെ സൈലൻ്റ് ആണ്, പക്ഷേ നല്ല സ്പോർട്ടി ആയിട്ട് നല്ല മിടിപ്പുള്ള അടിപൊളി സൗണ്ട് തന്നെ എടുത്ത് പറയണം. ഇതാണ് Dioയിൽ നിന്ന് ലഭിക്കുന്നത്. ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോൾ കുറേ കൂടി സൈലൻ്റ് ആവുകയാണ്. സൈലൻസറിൻ്റെ ആ ഒരു സൗണ്ടിൽ നിന്ന് മാറി ക്ലച്ച് സൈഡ് വളരെ സൈലൻ്റ് ആയിരിക്കും. യാതൊരു ഉറച്ചില്ല, പക്ഷേ ഒന്നും തന്നെ ഉണ്ടാവില്ല. വളരെ സൈലൻ്റ് ആയിട്ട് വളരെ എന്താ പറയുക സ്പോർട്ടി തന്നെ എടുത്ത് പറയണം. സ്പോർട്ടി ആയിട്ടുള്ള ഫീലുള്ള സൗണ്ടാണ് ലഭിക്കുന്നത്. ഇനി മെയിൻ പാർട്ടായ മീറ്ററിൻ്റെ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ഡിസ്പ്ലേ ആണ് വരുന്നത്. മേൽഭാഗത്ത് മൾട്ടി കളറും താഴ്ഭാഗത്ത് സിംഗിൾ കളറിൽ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് നമ്മുടെ Dioൻ്റെ മീറ്ററിൽ വരുന്നത്. മീറ്ററിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് MID ഡിസ്പ്ലേ വരുന്നുണ്ട്. റിയൽ ടൈം മൈലേജ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഡിജിറ്റലായിട്ടുള്ള ക്ലോക്ക് കാണാം. ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ഫ്യൂവൽ ഗേജ് ഇതെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ട്രിപ്പ് മീറ്റേഴ്സ് അവൈലബിൾ ആണ്. ഡ്യുവൽ ട്രിപ്പ് മീറ്റർ അവൈലബിൾ ആണ്. വാഹനം റണ്ണിങ്ങിലാകുമ്പോൾ സ്പീഡോമീറ്റർ ഇതുപോലെ നല്ല സ്പോർട്ടി ആയിട്ട് 2 സൈഡിലും കാണാവുന്നത്. നല്ല ഭംഗിയാണ്. ഇത് ഓടിക്കുമ്പോൾ നല്ല ഒരു ഫീൽ കിട്ടുന്നതാണ്. സ്പോർട്ടി ഫീൽ കിട്ടുന്ന ടൈപ്പുള്ള സ്പീഡോമീറ്റർ ആണ്. പിന്നെ ഇക്കോ മോഡും പവർ മോഡും സൈഡിൽ ലൈറ്റ്സ് ആയിട്ട് റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. Dio 125H സ്മാർട്ട് വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1,19,000 രൂപയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ അടക്കാനുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബാക്കി എമൗണ്ട് ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാവുന്നതാണ്. അതുകൂടാതെ പഴയ വാഹനങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാഹനം എടുക്കാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ആഡ് ചെയ്തിട്ടുള്ളവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്